ജ്യേഷ്ഠൻ്റെ വീട്ടിലുള്ളൊരു മാവാട്ടാ. ഒരു കൊമ്പൊക്കെ മുറിഞ്ഞടിക്കണം മുമ്പും കാറ്റിന് 2 കൊമ്പ് കണ്ടമാനം മാങ്ങണ്ടായിരുന്നു. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഏതായാലും അറക്കുകയാണ്. ലാത്തിമാങ്ങ കേട്ടോ, പഴയ കാലത്തെ ലാത്തിമാങ്ങ പോലും കിട്ടാനില്ല. നല്ല ടേസ്റ്റുള്ളൊരു കണ്ടമാനം ഇതുണ്ടാണ്. അപ്പോൾ ബക്കറ്റൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഇറക്കാൻ നിൽക്കുകയാണ്. കൊല്ലി നമ്മളെ പഴയ മോഡൽ ഉള്ള കൊല്ലിയാണ്. അപ്പോൾ കുറേ കണ്ട് താഴത്തേക്ക് പോരുന്നുണ്ട്, കുറേ വീകുന്നുണ്ട്, കുറേ ബക്കറ്റൊക്കെ പോകും. ചെഞ്ചാണ് ലാത്തിയാങ്ങ എന്തൊരു മധുരാണ്. നോക്കിപ്പോ ഡയറക്റ്റ് ഇറക്കുക, ഇങ്ങനെ കുത്തി തിന്നാം. ഭയങ്കര എരു കുണ്ടി നീറു. ചെഞ്ച മാങ്ങ മധുരം പുളിയൊന്നും ഇല്ല കേട്ടാ. ലാത്തി മാങ്ങ കെഞ്ഞിങ്ങനെ അടുത്ത് ഇറക്കാനായാ ഇല്ലല്ല. എന്നത് തിന്ന ചെയ്യട്ടെ, നാക്ക് വെക്കാം. വെള്ളം വരണക്കാണ്. അപ്പോൾ അങ്ങനെ ഇറക്കുകയാണ്. ഒരു മിനിറ്റ് ഇതെന്താ ചെയ്യണമെന്നറിയോ? അത് പിടിച്ച് ഇതാ വെല്ല ഈ മാങ്ങ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇതാ ഇങ്ങനെ മെല്ലീച്ച വെച്ചു കൊടുക്കുക താഴെ ഭൂമിയിൽ. ഈ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതാ നിങ്ങൾക്ക് ഈ നെട്ടി ഈ നെട്ടി താഴത്തേക്ക് ആക്കിയിട്ട് വെക്കണം. ഇതാണ് മാങ്ങ ഇറക്കണവരെ പരിപാടി. ആ കൊളുത്താടി കേട്ടോ. ഇതിങ്ങനെ നെട്ടി അടിയിലാക്കി വെക്കുക. എന്നാൽ ഇപ്പോഴത്തെ കരകളൊക്കെ പോയി നമ്മൾ പൊഴിപ്പിക്കാനുള്ള മാങ്ങ കേട്ടാ. മാങ്ങ ഇറക്കണവരെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ലാത്തി മാങ്ങ കണ്ടിട്ടത് ഇങ്ങനെ വെക്കണം എന്നാണ് പറഞ്ഞത്. ഭൂമി തട്ടിക്കണം എന്നാണ് പറഞ്ഞത്. പൊയ്പ്പിക്കാൻ വെക്കണ മാങ്ങ നിലത്ത് വിൽക്കാൻ പാടില്ല, എന്നാലും ഭൂമി തട്ടിക്കണം എന്നാ. ഇങ്ങനെ വെക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ മാങ്ങ അറുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എന്തിക്കിടുക, നമ്മൾ പൊയ്പ്പിക്കാൻ വെക്കല് എന്തെങ്കിലും അരിയിൽ പൂത്തൊക്കെ ചെയ്യലുണ്ടാ. ആ മൂത്താപ്പയാണത് പറഞ്ഞല്ലേ. സൂവിൽ നിന്ന് ചാടിയിട്ടുണ്ട്. എല്ലാവരും സൂക്ഷിക്കേണ്ടതാണ്. എന്താ വാസന, ഇത് ചെറുതാണ്. എന്താ വാസന, മൂത്തതും ഒക്കെ അറുത്തിക്കണല്ലോ. സ്മെല്ല് നല്ലത് തോല് കൂടിയിട്ട് ഇതിൽ കഴിയുമ്പോൾ നല്ല പോയിട്ടില്ല, ചെറിയ പോയിപ്പ്, എന്നാലും നല്ല മധുരം കിട്ടാ. അതിൻ്റെ എന്തത് കേട്ടോ. ഇതിന് ഉപ്പും മുളകും കൂടെ കൊഴുത്തതേനെയാണ് ചെറുതായിട്ട്. വെറുതല്ല കുട്ടികൾ ഇങ്ങനെ ഈ മറ്റേ മാങ്ങ ഉപ്പിട്ടൊക്കെ വേണത് ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഗതിബിൽ ഇങ്ങനെ കുട്ടികളാണെങ്കിൽ കറിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ മാങ്ങ ഉപ്പിട്ടൊക്കെ ഇങ്ങനെ തിന്നു. ഞാൻ ഗതിബിലൊക്കെ തൂറിലൊന്നും പിടിച്ചില്ലായിരുന്നു. ഇനി തൂറിൽ പിടിച്ചു വന്നാവാം. ഇങ്ങോട്ടൊക്കെ നമ്മള് ക്യാമറ എടുക്കുന്ന ആള് നല്ല വെള്ളം ഇറക്കിയാണ്. നാളെ കക്കൂസില് കാരണം ഇതിങ്ങൾക്ക് വേറെ ടേസ്റ്റ് ആട്ടാ. ചെറിയ പൊപ്പുള്ളത് ഉപ്പിട്ട് ആ മധുരത്തിന്റെ കൂടെ ഉപ്പ് തട്ടുമ്പോ ഭയങ്കര ടേസ്റ്റ്. ഞാൻ ആകെ 3 എണ്ണം തിന്നിട്ടുള്ളൂ.